കണ്ണനും അപ്പൂട്ടനും പോരെ. കുടിച്ച് ഉഷാറായി. ഇങ്ങേര് ഇവിടെ നിൽക്കുന്നുണ്ട്. मैं तो ऐसे ही बेच रहा हूँ, ये बंदे ने दिया था मेरे को, मतलब बेच देना, अगर नहीं बेच सकते, नहीं बेच सकते। ഇപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലാങ്സ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ലാങ്സയിൽ നമ്മൾ സീ ഫോസിൽസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നോക്കി കേട്ടോ, പിന്നെ അവിടെ തന്നെ നമുക്കൊരു ബുദ്ധിസ്റ്റ് സ്തൂപ അത് കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഹിക്കിമിലേക്ക് പോകുന്നുണ്ട്, ഡൈവേർട്ട് ചെയ്തിട്ട്. ഹിക്കിമിലാണ് വേൾഡിലെ ഏറ്റവും പൊക്കത്തിലുള്ള, അതായത് സീ ലെവലിൽ 14,000 അടി മുകളിലുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഉള്ളത്. ഈ രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതൊരു ഇന്ത്യയിലെ ഹയസ്റ്റ് 2 പ്ലേസസ് ആണ്. ലാങ്സ വില്ലേജിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ നോക്കട്ടെ സീഷെൽസ് ഒക്കെ കിട്ടുമെന്ന്. സീഷെൽസ് ഒക്കെ വിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു അവരോട് വേണോന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് പറ്റിക്കലാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ജിയോളജി സർവേ നടത്തുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഇവിടെ ആളുകൾ അങ്ങനെ നടന്ന് പെറുക്കിയിട്ട് വിൽക്കുന്ന പറഞ്ഞു കേട്ടെ. ലാങ്സ വില്ലേജാണ്. കാസയിൽ നിന്ന് 15 കിലോമീറ്റർ ആണ് ലാങ്സയിലേക്കുള്ളത്. ഒരു മരമല്ല കേട്ടോ. ഞാൻ ഏട്ടനോട് പറയുമായിരുന്നേ, മണാലി പോയിട്ട് കുറച്ച് പൈൻ ട്രീസിന്റെ വിത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇവിടെ നട്ടുകൂടെ. ഇവിടെ ചായ കിട്ടും തോന്നുന്നു. വിശക്കാൻ തുടങ്ങി. എന്തൊക്കെയോ വേണം. ഇതിവിടെ വണ്ടി അങ്ങനെ കയറ്റും തന്നെ എനിക്കറിയില്ല. അതൊന്നും നമ്മളറിയണ്ടല്ലോ. ചായ കുടിക്കാൻ ചായ കുടിക്കാൻ വണ്ടി ഇറക്കുന്നത് നമ്മളെ പണി. അപ്പൂട്ടന് ഉറങ്ങിയ കണ്ണനവിടെ പുറകെയായിരിക്കും. നല്ല കാറ്റാ. ഈ കാറ്റിന് ചെവി മൂടിയിട്ടില്ലെങ്കിൽ തലവേദന എടുക്കുന്നതാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ട്.
ഹായ് ഹലോ. ഇവിടെ എത്തി, ലാൻസയിലെത്തി. അപ്പൂട്ടനെ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ഛർദിക്കാൻ വരുന്നതാണ്. ഛർദിക്കാൻ വരിക? ഇല്ലല്ലോ, വണേക്ക് വേഗം സെറ്റർ തലയിലേക്ക് ഇട്. അങ്ങനെയുള്ളത് അവിടെ കുഴപ്പമൊന്നുമില്ല. കാറ്റിൻ്റെ ശക്തി സൗണ്ട് കേൾക്കുന്നുണ്ടാവും. തീരെ കാറ്റില്ലാത്ത സ്ഥലം. പറന്നു തണുത്ത കാറ്റടിച്ച് ഇവരുടെ വന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ഇങ്ങനെ മൂടി കെട്ടി വന്നിരിക്കും ഇവിടുത്തെ ആൾക്കാർ. നമ്മൾ അതുപോലെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ മൗണ്ടൻ സിക്നസ് അപ്പം പിടിച്ചെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അപ്പൂട്ടന് കുറച്ച് ക്ഷീണം. ഇവിടെ റെസ്റ്റോറൻറ്റിനകത്ത് കുറച്ച് സീഷെൽസ് മേശയുടെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. മേശ എന്ന് പറഞ്ഞാൽ അവരുടെ പേ ചെയ്യുന്ന അവിടെ. അപ്പോൾ ഞാൻ ഇത് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവരെടുത്ത് മേശപ്പുറത്ത് കാണിച്ചതിൻ്റെ സ്പെഷ്യാലിറ്റിയൊക്കെ. ഇങ്ങനെ ഇവിടെ കർഷകർ ഇവിടെ കൃഷിപ്പണി എടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് ഈ സംഭവം. അപ്പോൾ ഇവരിങ്ങനെ പറയാം എന്നോട് ഇവിടെ ഇങ്ങനെ കിട്ടാറുണ്ട്. ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് എടുത്തത് ആളുകൾക്ക് കാണാൻ വേണ്ടി ചുമരിൽ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ പല ടൈപ്പ് സീഷെൽസ് കാണുന്നതാണ്. ഇത് ഒരു സമയത്ത് ഇതൊരു വലിയ സമുദ്രമായിരുന്നു പോലും. ഈ കപ്പ് ഇവിടെ വന്നപ്പോൾ ഷോപ്പുകളിലൊക്കെ കാണുന്നുണ്ട്. ഇതിലാണ് എനിക്ക് ഇപ്പോൾ ടീ കിട്ടിയിരിക്കുന്നത്. ഏട്ടനൊക്കെ സ്വെറ്ററൊക്കെ ഇട്ടു. ഇത് ഭയങ്കര കാറ്റ്, പോകാൻ പറ്റുന്നില്ല. കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഈ ഫ്ലാഗിൻ്റെ സൗണ്ടാണ് ടക്ക് അടിക്കുന്നത്. ഈ ബുദ്ധ സ്റ്റാച്ചു ആണ് ഇവിടുത്തെ ഒരു പ്രത്യേക ആകർഷണം. ഈ പോയിന്റിലേക്കാണ് ആളുകളെല്ലാം വരുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമുദ്രം ആയിരുന്ന ഒരു സ്ഥലമാണ്. ഈ വില്ലേജ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ലാങ്സ എന്ന് പറയുന്ന സ്ഥലം വളരെ ഭംഗിയാണ്. ഇവിടെ 8 മാസവും മഞ്ഞ് വീണ് കിടക്കും. ഈ ഒരു കുറഞ്ഞ സമയം മാത്രമാണ് ഇവർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കാണാം കുറച്ച് വീടുകളും പിന്നെ കുറച്ച് കൃഷിയിടങ്ങളും. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന തണുപ്പ് മരുഭൂമിയാണിത്. ശീത മരുഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. ഈ ബുദ്ധൻ്റെ ഇത് കണ്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാം. ഇങ്ങനെ പോവാണ്. അപ്പൂട്ടനേതാ വെള്ളം തോളിൽ വെച്ച് നിൽക്കണ്ടേ. അവനൊരു ഗ്ലാസ് ഹോട്ട് മിൽക്കൊക്കെ കുടിച്ച് ഉഷാറായി.
ഇങ്ങേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അത് ഇവിടുന്ന് ഒരു ലോക്കൽ പറഞ്ഞു തന്നെ, ഇങ്ങനെ മൂടി പിടിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെവിയും നെറ്റിയുടെ പോർഷനും കംപ്ലീറ്റ് കവർ ചെയ്താൽ ആ കാറ്റുകൊണ്ടുള്ള പ്രശ്നം വന്നിട്ടുള്ള തലവേദനയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്നുള്ള ഹെയറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതും വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ കുറച്ച് പ്രശ്നമായിട്ടോ, അതുകൊണ്ടാണ് ഇത്രയും കെയർ ചെയ്യുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അവിടെ കോമിക് എന്ന് പറയുന്ന സ്ഥലമാണ്. ആ കോമിക്കിലെ കോമിക് മൊണാസ്ട്രിയുടെ അകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെസ്റ്റോറൻ്റാണ് കാണുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. ഞങ്ങളുടെ വണ്ടിയുടെ കോലം കണ്ടോ, ഫുള്ളും ചളിയാണ്. ഈ റോഡ് മുഴുവനും ഇങ്ങനെ ഫുൾ പൊടി മണ്ണും ചേറും ഒക്കെ സെറ്റപ്പാണ്. പോയിട്ടുണ്ട്, കല്ല് പെറുക്കാൻ പോയി. ഇവിടെയൊക്കെയുള്ള പ്രത്യേക ഒരു കല്ലുകളാണ് ഇത്. പണ്ട് ഓഷ്യനായിരുന്നു പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെ അവിടെ വല്ല കല്ലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പെറുക്കാൻ പോകുന്നുണ്ട്. കാസയിൽ നിന്ന് കൃത്യം 18 കിലോമീറ്ററാണ് കോമിക് മൊണാസ്ട്രിയിലേക്കുള്ളത്. കോമിക് മൊണാസ്ട്രിയിൽ നിന്ന് ഒരു 4 കിലോമീറ്ററാണ് നമുക്ക് ഹിക്കിം ഉള്ളത്. ഈ വഴി വന്നിട്ട് ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകും. ഒന്ന് പോകുന്നത് ഹിക്കിമിലേക്കും പിന്നെ ഒന്ന് പോകുന്നത് കോമിക് മൊണാസ്ട്രിയിലേക്കുമാണ്. കോമിക് മൊണാസ്ട്രി വളരെ പഴയ ഒരു മൊണാസ്ട്രിയാണ്, വളരെ വളരെ പഴയത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് കെ മൊണാസ്ട്രിയാണ്. കെ മൊണാസ്ട്രിയേക്കാളും പഴയ ഒരു മൊണാസ്ട്രിയാണിത്. ഈ റോഡ് ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മൊണാസ്ട്രിയിലേക്ക് പോകുന്നത്. ആ പ്രയറും ചെയ്യണം. Slow. Don't stop. ഞങ്ങൾ മൊണാസ്ട്രിയുടെ വാതിൽ കടന്ന് അകത്തേക്ക് കയറാണ്. വിശാലമായ ഒരു മുറ്റമാണ്. അതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ തടിയിൽ തീർത്ത പരമ്പരാഗതമായിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണിത്. കെ മൊണാസ്ട്രി പോലെ അല്ലെങ്കിൽ കി മൊണാസ്ട്രി പോലെ അല്ല, ഇത് വേറെ തന്നെ ഒരു മൊണാസ്ട്രിയാണ്. ഇവിടെ നിറയെ മോങ്കുകൾ ധാരാളം താമസിക്കുന്നു. ഇത് 2 നിലയിൽ ഈ കാണുന്നത് പോലെ അടുത്തടുത്തടുത്ത് റൂമുകളായിട്ട് ഈ 2 സൈഡിലും കാണുന്ന യെല്ലോ കളർ പെയിൻ്റ് അടിച്ച 2 സ്ഥലത്തും ആളുകൾ താമസിക്കുന്ന, അവിടുത്തെ മോങ്കുകൾ താമസിക്കുന്നതാണ്. അവരുടെ റൂമാണ് കാണുന്നത്. നേരെ മുമ്പിൽ കാണുന്ന ഇതാണ് അവർ പ്രാർത്ഥിക്കുന്ന മൊണാസ്ട്രിയുടെ ഉൾവശം. നമുക്ക് മൊണാസ്ട്രിയുടെ ഉൾവശത്തേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കോമിക് മൊണാസ്ട്രിയുടെ അടുത്തെത്തി, ഉള്ളിലെത്തി. ഇതാണ് വളരെ പഴയ ഒരു മൊണാസ്ട്രി, കോമിക് മൊണാസ്ട്രി. ഇതിൻ്റെ തൊട്ടടുത്ത് ഇനിയൊരു ബിൽഡിങ്ങും കൂടെ ഉണ്ട്. ഇത് 14,000 അടിയും കഴിഞ്ഞു മുകളിലോട്ട് വന്ന്.
ഇവിടെ മതിലുകളിൽ തൂക്കിയിരിക്കുന്ന വളരെ പഴക്കം ചെന്ന പെയിൻറ്റിംഗ് ആണിത്. ഞങ്ങളിവിടെ ചെല്ലുന്ന സമയത്ത് ഇതിനകത്ത് ഒരു പ്രത്യേക പൂജയെല്ലാം കഴിഞ്ഞ ദിവസമായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങളിവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെയുള്ള പൂജാ സാധനങ്ങളും എല്ലാം അവർ കാണിച്ചു തന്നു. ഇതിനകത്തെല്ലാം കാണിച്ചു തന്നു. നമ്മളൊരു മൊണാസ്ട്രിയിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ടിബറ്റൻ മൊണാസ്ട്രി, ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന മൊണാസ്ട്രിയാണ്. അപ്പം ആ ഒരു ടിബറ്റൻ കൾച്ചറാണ് ഇവർക്കുള്ളത്. വളരെ വെൽക്കമിങ് ആയ ആളുകളാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും വളരെ സമയമെടുത്ത് നമ്മളോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു തരും. ഈ കാണുന്നത് പലതരം പൂജ ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തലേദിവസം ചെയ്തിട്ടുള്ള പല സാധനങ്ങളും ഇവർ എടുത്ത് മാറ്റി പുതിയ എണ്ണ അതെല്ലാം നിറച്ച് തിരികളെല്ലാം വെച്ച് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ എന്ന് തോന്നിയത്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ പൂജയ്ക്ക് കൊണ്ടുവന്ന് വെക്കാമെന്നുള്ളതാണ്. പല ആളുകളും പലപ്പോഴും കൊക്കക്കോള പോലും അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് സാധനങ്ങളും കൊണ്ടുവന്ന് അവരിങ്ങനെ ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളിങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് പർപ്പസ് എന്ന് ഞാൻ ചോദിച്ചെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അവരുടെ ഭാഷയിലാണ് പറഞ്ഞു തന്നത്. ഹിന്ദിയിൽ പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇവിടെ വന്ന കുറച്ച് സ്ത്രീകൾ അവരവിടെ കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിൽ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഹമാരാ ഗൗ മേ ഹേ ऐसा ये तो दिया 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 जलाने का आरती की तरह है ना दिया अभी जला हुआ है ना अंदर अंदर जला हुआ है ये ऑयल इसी घी का भी जलाते हैं कई लोकल घी का भी जलाते हैं है ना നീ തുറന്നു പോലെ പാട്ട് പാടുമ്പോൾ ചെയ്യും. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, വേൾഡ് ഹയസ്റ്റ് റെസ്റ്റോറൻറ്റ്, ഹിൽ ടോപ്പ് കിച്ചൺ പേര്. ടോപ്പ് കിച്ചൺ. ഇത് ഈ മൊണാസ്ട്രിയിലുള്ളതാണ്. ഇന്നലെ ആ മൊണാസ്ട്രീൻ്റെ മേലെ നമുക്ക് ഫ്രീ ആയിട്ട് മിനറൽ ടീ തന്നിരുന്നു. അടുത്ത് എന്താണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. Do you want anything to have tea, coffee? ടീ വേണം, ടീ കുടിക്കാം. Two tea? हाँ जी. Two tea. Why you are keeping the muffler like this? Reason? COVID. COVID. Oh, only for that COVID? No, because यहाँ पे बहुत पॉल्यूशन भी है साथ में. Okay. हाँ. This is not a tradition? ट्रेडिशन नहीं, बट यहाँ का जो वो हवा है इसलिए? हवा है वो बहुत तेज है. हाँ. और सन बर्न भी बहुत होता है क्योंकि यहाँ पे पेड़ नहीं है, इसलिए सन बर्न बहुत होता है.
ഞങ്ങൾ കോമിക്കിലെ മൊണാസ്ട്രിയിൽ നിന്നും ഇനി പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റിലുള്ള പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലേക്കാണ്. ഹിക്കിം എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പോളിംഗ് സ്റ്റേഷനും ഉണ്ടായിരുന്നത്. പോസ്റ്റ് കാർഡ് വാങ്ങിയിട്ട് ഇവിടുന്ന് ഏട്ടനിതായിരുന്നു എഴുതുന്നുണ്ട്. അഡ്രസ്സ് ഇരുന്ന് എഴുതുന്നുണ്ട്. ഒന്ന് അച്ഛനും നാരി ചേച്ചിക്കും വിഷ്ണു ചേട്ടനോടാണെന്ന് പേര് പറയുന്നത് എഴുതുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകൾ ഇവിടെ വരുന്നവരെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. वहीं बोल सकते हैं क्या? कुछ पोस्ट मास्टर जो है ना, हाँ पोस्ट ऑफिस खुद के घर में है, वो बात तो 24 घंटा अपने घर में है. ഓ हाँ जी. മനസ്സിലായില്ല ഏട്ടന്? ഇത് പോസ്റ്റ് ഓഫീസിന് മുകളിൽ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്ഥലമാണ്. ഒരു 2 ഷോപ്പാണ്. ഇവിടുന്ന് പോസ്റ്റ് കാർഡ്സുകളും ഇല്ലൻ്റും എല്ലാം നമുക്ക് കിട്ടും. ഇവിടുന്ന് നമ്മൾ വാങ്ങിയതിന് ശേഷം താഴെയുള്ള പോസ്റ്റ് ഓഫീസ് കാണാം. നമ്മൾ ആ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോയി നമുക്ക് കൊടുക്കാം. ഇവിടുത്തെ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ആൾ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. വളരെ വളരെ പ്രശസ്തനായ. ഞങ്ങൾ എഴുതിയ പോസ്റ്റ് കാർഡ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പുട്ടനും കണ്ണനും ആദ്യമായിട്ടാണ് പോസ്റ്റ് ഓഫീസല്ല ഈ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണുന്നത്. ഒരു പഴയ ഒരു സ്ഥലത്തേക്കാണ് ഇറങ്ങി പോകുന്നത് കേട്ടോ. ഇത് വീടിൻ്റെ മേലെ എന്തോ പുല്ലെന്തോ സൂക്ഷിച്ച് വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു പശുവിന് കൊടുക്കാനാണ്. വിൻ്ററിൽ 8 മാസം വിൻ്റർ വയ്ക്കുന്നു പറയുന്നത്. ഞങ്ങൾ കാർഡ് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതാ വെറുതെ പോകുന്ന ഇതാണ് വില്ലേജ്. അല്ലെ വീടിൻ്റെ മേലെ ഭാഗമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഞാൻ സംസാരിക്കാൻ നിന്നാൽ ഞാൻ ഇറങ്ങി താഴെ പോവും. നമുക്ക് പരിചയമില്ല. ഇതാണ് ഇവിടുത്തെ വഴി. കണ്ടോ, ഇവരിറങ്ങി താഴെ എത്തി. കിതയ്ക്കുകയും ചെയ്യും. പഴയ വില്ലേജിലേക്ക് ഇറങ്ങി പോകുന്നത് നല്ല രസമുണ്ട്. लकड़ी है. लकड़ी है? हाँ जी, सर्दियों में. वो क्या के लिए इधर ऐसा रखा? में आग जलाते हैं क्या? सर्दियों में. ഈ ചുമര് മണ്ണ് തേച്ചിട്ട് കുഴച്ച മണ്ണ് ഇങ്ങനെ തേച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, 3 ലെയറായിട്ട്. ഇവിടെ മരത്തിൻ്റെ പീസ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ അവിടെ ഹോട്ടലിൽ കാണിച്ചത്. ഇവിടെ ലങ്കടി എന്ന് പറഞ്ഞ മുള്ളുള്ള ചെടിയാണ്. ഇത് നിറയെ മുള്ള. ഇതെന്തിനാ അവരോട് അവരെന്താ പറഞ്ഞെന്ന് സാബ്ജിന്നോ പറഞ്ഞത്? ലങ്കടി ഹേ എന്ന് പറഞ്ഞു. അവിടെ കണ്ടോ ആ വീട്ടില് നമുക്ക് റെഡ് കളറുള്ള ചെറിയൊരു വീട് കണ്ടോ. അവര് പോയി പോന്ന. ഇതാണ് പോസ്റ്റ് ഓഫീസിലേക്ക്. എത്തിയിട്ടില്ല കേട്ടോ, ഇനിയും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. We are from Kerala. Kerala. ആൾക്കാർ വന്നിട്ടുണ്ട് പോസ്റ്റ് ചെയ്യാൻ. ഇതാണ് ആ പ്രശസ്തനായ പോസ്റ്റ്മാൻ റിൻചൻ ചെറിങ് എന്ന് പറയുന്ന പോസ്റ്റ് മാസ്റ്ററാണ് ഇദ്ദേഹം. 1983 മുതൽ ഇവിടെ ജോലി ചെയ്യുന്നു. ലോകത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റിലുള്ള ജോലി ചെയ്യുന്ന ഒരേ ഒരു പോസ്റ്റ്മാൻ ഈ പോസ്റ്റ് മാസ്റ്റർ മാത്രമാണ് ഈ പോസ്റ്റ് ഓഫീസിലുള്ളത്. ഇതൊരു ചെറിയ പോസ്റ്റ് ഓഫീസാണ്. എത്രയാണ് ഭാരം? 12 ഞങ്ങൾ മണാലി
सर ये वो क्या है? ये ऐसे ही क्या के लिए? ये घिसने से बचाता है ना, घिसता नहीं हाँ, हाँ। खराब नहीं होता कभी रखते अच्छा जी ഇവിടുന്ന് ഞങ്ങൾ കുറെ പേരെ പരിചയപ്പെട്ടു കേട്ടോ. ഇതാ നടന്ന് എവിടുന്നാ നിങ്ങൾ നടന്നു പറഞ്ഞേ? ഞങ്ങള് കസേന്ന് തുടങ്ങി. കാസേന്ന്. പിന്നെ കസേന്ന് ഇടയ്ക്ക് ലിഫ്റ്റ് കിട്ടി നേരെ എവിടെ മറ്റേ സ്റ്റാച്ചുവിന്റെ സ്ഥലം ഏതായിരുന്നു? ലാൻസ് ഫുൾ ഇങ്ങോട്ട് തന്നെ ലിഫ്റ്റ് നോക്കി. പക്ഷെ ലിഫ്റ്റ് ചിലവര് നിർത്തി. പക്ഷെ ഞങ്ങൾ 4 പേര് 4 പേരുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയിലും 2 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷെ ചിലവരൊക്കെ അടിപൊളി കേട്ടോ. ഞങ്ങൾക്ക് വെള്ളം ഇല്ലായിരുന്നു. ചിലവർക്ക് ഞങ്ങൾക്ക് വെള്ളമൊക്കെ അവരുടെ ഈ 2 കുപ്പിയൊക്കെ അവര് തന്നെ മുസ്തഫ സെയിം പേര് തന്നെയാണോ? അല്ലെങ്കിൽ ഒരു ഫോട്ടോ നിങ്ങളുടെയൊക്കെ പേര് മറന്നുപോയി. സുജിത്ത്, ലിഷി, സുജിത്ത്, ലിഷി, ലിഷി നീനാവും, കണ്ണനും അപ്പൂട്ടനും. കണ്ണനും അപ്പൂട്ടനും. അത് നമുക്കൊരു സെൽഫി എടുക്കാം എല്ലാവരും കൂടി. ഓ അന്തർ उसका अंदर है. ഓക്കെ. ഇവിടെ ആടുകളെ എങ്ങനെയാണ് വളർത്തുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇവർ മഞ്ഞുകാലം ആകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാതെ അതിനകത്ത് ഇട്ടാണ് വളർത്തുക എന്നാണ് പുള്ളി പറയുന്നത്. കുറച്ച് കയറിയാൽ മതി, ക്ഷീണിച്ച് ഉപ്പാടൽ. എങ്ങനെയുണ്ട് കാണാ? ലിഷിങ് വരുന്നുണ്ട്. ക്ഷീണിച്ചിട്ട് കുറെ ഫോട്ടോ എടുക്കണമെന്ന് പറയും. ഇപ്പൊ I am in the world highest post office, and just now we posted. It's we did a photo with the uncle. You can search in Google. Okay, I'm working with my father in Hikim. Place called Hikim. place called Hikim in Himachal Pradesh. So this is they are keeping on the top of the house. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് ചപ്പാത്തി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. താഴേന്ന് വാങ്ങിച്ച് ഇന്നലെ കഴിക്കാൻ പറ്റിയില്ല, അപ്പോൾ അതങ്ങനെ എടുത്തു വെച്ച്. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ കറി കുറച്ച് ബാക്കിയായി, അതവർ പാക്ക് ചെയ്ത് തന്നു. ഇപ്പം ഞങ്ങൾക്കറിയാം ഈ ഹിക്കിമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഒരു സാധനം കിട്ടില്ല. ആകെ കിട്ടുന്നൊരു സംഭവം മാഗി കിട്ടും, ബ്രെഡ് ഓംലെറ്റ് കിട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും ഹൈറ്റാണ്. 4300 അടി ഹൈറ്റ്. അവിടേക്ക് സാധനങ്ങൾ എത്തിക്കണ്ടേ, നല്ല റോഡൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എന്നിട്ട് അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന്. ഇവിടെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഈ മൗണ്ടൈനിൻ്റെ ഇഷ്യൂസ് മാത്രമല്ല, നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യില്ല. നമ്മളെ കൃത്യം ടൈം വെച്ചിട്ട് ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ വേഗം കഴിച്ചോളാം. അതൊക്കെ കുറച്ച് ഫുഡ് എപ്പോഴും ഉള്ളത്, വെള്ളം കയ്യിൽ എപ്പോഴും ഉള്ളതൊക്കെ നല്ലതാണ്. ഇതെന്തിനാ തിരിച്ച് തന്നെ ഒരാളെ കൈ കഴിക്കാൻ മതിയല്ലോ, വെള്ളം അത്ര മതി. അപ്പോൾ അതുകൊണ്ട് 3 പേർക്കും ഒരാൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഒരാൾ കൈ കഴിക്കാൻ മതി, ഒരാളെല്ലാ കാര്യം ചെയ്താൽ മതി. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ കാസയിൽ വന്നിട്ട് ഇപ്പോൾ 2 നൈറ്റായി. ഇന്നും കൂടി നിന്ന് 3 നൈറ്റ് ആവും.
അപ്പോൾ ഇവിടെ ഞങ്ങൾ കാസയിൽ താമസിച്ചത് ഈ ഗസ്റ്റ് ഹൗസിലായിരുന്നു. മിലാരപ്പ അല്ലേ ഏട്ടാ, മിലാരപ്പ ഗസ്റ്റ് ഹൗസ് ഹോം സ്റ്റേ ആണ്. ഇവിടുത്തെ ട്രഡീഷണൽ ഹൗസാണ്, സൂപ്പറാണ്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഒരു ദിവസം കൂടി ഞങ്ങൾ താമസിച്ചത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ പോകാൻ വിചാരിച്ചിരുന്നു. നാളെ പുലർച്ചെ ഞങ്ങൾ 4 മണിക്ക് കാസയിൽ നിന്ന് പോകും. ഞങ്ങൾക്കൊരു ഫുഡ് തന്നിട്ടുണ്ട്, ഡിന്നർ. വെരി ലൈറ്റ് ഫുഡ്, വെരി നൈസ് ഫുഡ്. ഇറ്റ്സ് ഓക്കെ. Yeah, what do you ask? No, I think you are just clicking the picture, so No, just we are making. I can make. So ഒരു ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന് വെച്ചായിരുന്നു. അപ്പം നല്ല ഫുഡാണ്, എന്താ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ്. ചപ്പാത്തിയും രാജ്മ കറിയും ഒരു ഇതൊക്കെ. റൈസ് തന്നിട്ടുണ്ട്, ചപ്പാത്തി ഇപ്പം തരും നമുക്ക്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് എപ്പോഴും ലൈറ്റായിട്ടുള്ള വെജ് ഫുഡ് കിട്ടുമ്പോൾ നല്ലൊരു സുഖമാണ്. അതും നല്ല ചൂടോടുകൂടിയുള്ള കറിയും ചോറും ഒക്കെ തരുമ്പോൾ